ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് Q&A. എല്ലാവരും പറയുന്നു Q&A ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് Q&A കുറേ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതിൻ്റെ അടിയിൽ കമൻറ്റ്. പിന്നെ മണാലി പോയി, അതായി ഇതായി ഒക്കെ മറന്നു. ഇത് മൈക്കട്ടോ. അപ്പം നീ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. അവിടെ അപ്പുറത്ത് തൊടുവിൽ തുമ്പിണ്ട്. അപ്പോൾ ഗൈസ്, ക്വസ്റ്റ്യൻസ്, സോ മെനി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രൈവസി സ്ക്രീൻ കാർഡ് എന്തിനാ ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ റീച്ചും നമ്മളെ കമൻസ് ഇങ്ങനെ വായിച്ചിങ്ങനെ ചിരിക്കൂലേ. അപ്പോൾ ബാക്കിയുള്ള ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഷോ അടിച്ചാന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാണാതെ വെക്കാൻ വേണ്ടിയാണ് പ്രൈവസി കാർഡ് ഒട്ടിച്ചത്. ഇനി ആരും തെറ്റെടുക്കണ്ട കേട്ടോ. എന്താ ചോദിച്ചാൽ ഈ കടന്ന് വിളിച്ച അതാണ് കാര്യം, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിടക്കാം. പിന്നെ 100K ആയി. പ്ലേ ബട്ടൺ എവിടെ ചോദിക്കുന്നുണ്ട്. പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യണം. അത് എന്തോ ചെറിയൊരു കോപ്പിറൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. പ്ലേ ബട്ടൺ കിട്ടും. ക്യാമറ ആംഗിൾ ഗൈസ്, ഞാൻ മുടി വെട്ടി, അപ്പോൾ അതിൽ പറഞ്ഞ് നീട്ടാതെ നേരെ Q&A. ഫസ്റ്റ് ഇപ്പം എന്ത് ഫസ്റ്റിനെ പറ്റിയല്ലേ? എൻ്റെ ഫുൾ നെയിം മുഹമ്മദ് സൗദ് എസ്. അതാണ് എൻ്റെ ഫുൾ നെയിം, മുഹമ്മദ് സൗദ് SAUD. SOUD അല്ലേ, എല്ലാവരും SOUD പറഞ്ഞിട്ടുണ്ടെങ്കിൽ SAUD ആണ് എൻ്റെ ഫുൾ നെയിം. എസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പം, സാംബിയൻ മുഹമ്മദ് സൗദ്. വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ എത്ര പേരുണ്ട്? ഇപ്പം ആൾക്കാർ കൂടിയില്ലേ. ഞാൻ ചെറുത്, ഞാൻ, പിന്നെ താത്ത വലുത്, ഓൾക്ക് ഓളോടെ പിന്നെ ഏട്ടൻ, ഇമ്മ, ഇപ്പ, തുമ്പി. ഇപ്പം 6 പേരുണ്ട്. ആദ്യം സുഖേനി, ഇപ്പം ഒന്നുകൂടി വന്ന്. പിന്നെ കുറേ ഉണ്ടാ. ഇതിലിപ്പോൾ ഏതാ നല്ലത്? ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങും? ഫസ്റ്റ് ഇതിനെ പറ്റി പറഞ്ഞതല്ലേ. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ചോദ്യം ഇവിടുന്നേക്കോട്ടെ. അനുവിനെ മുന്നേ അറിയാമായിരുന്നു? അനുവിനെ മുന്നേ അറിയായിരുന്നു. പാട്ടാരെന്നുള്ളത് അറിയുന്നു, യൂട്യൂബ് അറിയില്ലേനു. പാട്ടാരെന്നുള്ളതിൽ അനുവിനെ അറിയുന്നു. 9-10 പഠിക്കുന്ന ടൈമിലൊക്കെ അറിയുന്നു. പക്ഷെ അങ്ങനെ അറിയില്ലേനു, അറിയണമെന്നാലും. ഫസ്റ്റ് കണ്ടത് എവിടുന്ന? ഷൊർണൂരിന്ന് ഞാൻ സ്ട്രേഞ്ചേഴ്സിൻ്റെ ട്രിപ്പ് പോയിനു സേലത്തേക്ക്. അന്ന് പോയപ്പോൾ ഞാനും ഈ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ ഒരു ഗേൾ ഫ്രണ്ട് ഒരു ഫ്രണ്ടും ഉണ്ട്. ഞങ്ങളിങ്ങനെ ട്രെയിനിൻ്റെ അക്കത്ത് നിൽക്കുന്നുണ്ട്. അനു ട്രൗസർ ഇട്ട് വെക്കണേ. ഇനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ട് നോക്കി ഇതായി. അവിടെ നിന്നാണ് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഇവിടെ ആ പാട്ടാരനല്ലേ പറഞ്ഞു. നിലമ്പൂരിൽ ഞങ്ങളുടെ എല്ലാം പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് കണ്ടത്. പക്ഷെ അനുവിന് ഓർമ്മ ഉണ്ട്, കാര്യമില്ല, ഓർമ്മ ഉണ്ട്. പിന്നെ കമൻറ്റ് പോവാ. ബെസ്റ്റ് ആൻഡ് റോസ്റ്റ് മൂവ്മെന്റ് ഇൻ ലൈഫ് എക്സ്പ്ലെയിൻ. ബെസ്റ്റ് മൂവ്മെന്റ് എന്താ? ചെങ്ങന്മാരിപ്പോൾ അങ്ങനെ കറങ്ങിയെടുക്കുക. മണാലി ബെസ്റ്റ് മൂവ്മെന്റ് മണാലി. റോസ്റ്റ് മൂവ്മെന്റും മണാലി. ഡൽഹിയിലെ ചൂടും ചളിയും ചേറും അങ്ങനെയൊക്കെ. മണാലി സെറ്റ് ചെയ്യും. അടിപൊളി ട്രിപ്പ്. കറങ്ങി ഇതായി വന്ന് മഞ്ഞൊക്കെ അങ്ങനെ വാരി നൈസ് ചെയ്യും. മണാലി ട്രിപ്പാണ് ബെസ്റ്റ്. റോസ്റ്റ് ഡൽഹി റോസ്റ്റ്, അങ്ങനെ റോസ്റ്റ് പറയാനൊന്നും പറ്റില്ല, ഷോടിച്ചല്ലോ മൈക്കന്. മണാലി പോയി കറങ്ങി വന്ന് സെറ്റ്. അവിടുത്തെ ആ ട്രിപ്പ് അടിപൊളിയാണ്. ഈച്ചു പ്ലാന്റ് ശാനത്ത് കൊണ്ട അടിപൊളി ട്രിപ്പ് സെറ്റ്. അതാണ് ബെസ്റ്റ്. റോസ്റ്റ് ചെയ്തില്ല കേട്ടോ. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലത്തെ ചൂടും ആ ചളിയുണ്ട്. എന്നാലും റോസ്റ്റൊന്നും പറയാനില്ല. റോസ്റ്റ് അങ്ങനെ ഇല്ല. എന്നാലും അടുത്ത് ചോദിച്ചതാരാ? JD അക്കൗണ്ട്സ് ആണ് ചോദിച്ചത്. അടുത്തത് അഷിൽ D9B. അഫീഫിനെ പരിചയപ്പെടുന്നതിന് മുന്നേ അവനെ അറിയാമായിരുന്നോ? അഫീഫിനെ കുറിച്ച് അറിയാമായിരുന്നു വെച്ചാൽ
ആ അറിയാം, അറിയാം അറിയാം. അനുവിൻ്റെ അഞ്ചാണെന്നുള്ളത് അറിയാം. അങ്ങനെ അറിയാം. അഫീഫിനെ കുറിച്ച് 2 വാക്ക്. പാവാണ്, അടിപൊളിയാണ്, മെച്യൂരിറ്റി ഉണ്ട്. മെച്യൂരിറ്റി എവിടൊക്കെ പോയിക്കണേ. അടിപൊളിയാ. ആ അടിപൊളിയാ, നല്ല അടിപൊളി ചങ്ങായിയാണ്. എപ്പോഴും നിങ്ങൾ വ്ളോഗ്സിൽ സ്റ്റീൽ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടാകും. സോ സ്റ്റീലിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ പറഞ്ഞേ. സ്റ്റീലിനെ കുറിച്ച് 2 വാക്ക്. സ്റ്റീൽ എന്താ, ബിസി മാനാണ്. ഇപ്പോൾ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഫുൾ ടൈം ഫ്രീ കിട്ടിയാൽ ഉറങ്ങുക, അതാണ് എൻ്റെ പരിപാടി, മെയിൻ പരിപാടി. അതൊക്കെ തന്നെ. അടുത്തത് റോയ് കോറ. റോയ് കോറ 30 പറഞ്ഞെന്താ, അനാൻഷ, നിയാൽ എക്സെട്ര ഒക്കെ ആയിട്ട് ഉള്ള ആ ഒരു കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്? അതുണ്ടായത് എങ്ങനെ? ഞങ്ങളെ ഫിഫൻ്റെ ചങ്ങന്മാരാണല്ലോ. ഞങ്ങളെന്തോ മറ്റേ ദീനി അറബി എന്നീനല്ലോ. അന്ന് പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ട് വീട്ടിൽ പോയി ഇങ്ങനെ ഇതൊക്കെ പരിപാടിയാണ്. പിന്നെ ഓരോ പരിപാടി ആകുമ്പോൾ ഇങ്ങനെ എന്താ പോവും, അങ്ങനെ ഇതാവും, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ കമ്പനിയായി വന്ന് പിന്നെ എന്താ അങ്ങനെ കമ്പനി ആയത്? എങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ കമ്പനി ആയത്. ചോദിച്ചതാളെ പേര് പറഞ്ഞു, അങ്ങനെ കമ്പനി ആയത്. വേറെന്താ? അങ്ങനെ തന്നെയൊക്കെ ആണ്. ആണ്. എൻ്റെ പേര് ഹിബ എന്നാണ്. പ്ലീസ് Q&Aയിൽ എനിക്ക് ഒരു ഹായ് തരുമോ? സുബൈർ ഹായ്. ബർത്ത്ഡേ കഴിഞ്ഞു, ജൂൺ 1, 1/6/2007. മറക്കാൻ പറ്റാത്ത സ്കൂൾ ലൈഫ് മെമ്മറി. ഇതിൻ്റെ റീല് സ്പെഷ്യൽ ക്ലാസ്സിന് സാറിനോടൊക്കെ, സാറേ ഒരു റീലൊക്കെ ഇട്ടാൻ പറ്റിയത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ സീനാക്കി. സാറ് പിന്നെ എടുക്കാൻ അയച്ചില്ല. അന്ന് SSLCൻ്റെ ഇതൊക്കെ കഴിഞ്ഞ്. പിന്നെ സാറിനോട് കുറേ കെഞ്ചി ഇതായി ഇതൊക്കെ എടുത്തൊരു റീലുണ്ട്. ഇങ്ങനെ സാറെ കുന്തിയിട്ട് ഇങ്ങനെ വന്നിട്ട് കൊഞ്ഞി മിന്നാ ഇച്ചുമുല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന റീല്. അത് ഭയങ്കര റീച്ച് ചെയ്ത് 4 മില്യൺ ഒക്കെ അടിച്ച് ചെയ്ത് ആ റീല്. അതാണ് സ്കൂൾ ലൈഫ് ബെസ്റ്റ് മെമ്മറി തോന്നണേ. Q&Aയിൽ എല്ലാവരുടെയും ബർത്ത്ഡേ പറയോ? എൻ്റെ ബർത്ത്ഡേ പറഞ്ഞോ. ഇതിൻ്റെ ബർത്ത്ഡേ ജൂലൈ 27, 2007. ആഫീഫിൻ്റെ ജൂൺ 29, 2007. ഫർസാൻ്റെ പറഞ്ഞില്ല. ഇതിൻ്റെ 2008. അറീനാൻ്റെ 2008 ബാക്കിക്കറിയാം. ചോദിച്ചത് റീന ജോജി. സൗദേ, എൻ്റെ പേര് ജിയ. ഇപ്പോൾ അത്യാവശ്യം ഫാൻസ് ഒക്കെ ആയല്ലോ, അപ്പോൾ ഒരു നല്ലൊരു ഫാൻ മൂവ്മെൻറ്റ് പറയും. കോഴിക്കോട്. ഞാൻ തുമ്പിയോട് അടക്കം വരുന്നില്ലേ, തുമ്പി പറയില്ലേ? കോഴിക്കോട് ഞാനിങ്ങനെ എല്ലാവരും ചങ്ങന്മാരെല്ലാവരും പോയിനല്ലോ. അന്ന് ഞങ്ങളിങ്ങനെ എന്താ പോകും, ഇങ്ങനെ എന്താ ബീച്ചിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ ഉണ്ട് മഴ എടുക്കണേ. ആകെ മഴ ചെയ്തിട്ടും ആ ബോട്ടിനാകെ പോയിട്ടും ആകെ നനഞ്ഞ് ഇതായി നിൽക്കുമ്പോണ്ട് ഒരു ട്രാവലർ ഇങ്ങനെ പോണേ. സൗദി പറഞ്ഞ് കുറേ ഗേൾസ് ഈ കുറവായിട്ട് ഇതായിട്ടും. അപ്പോഴാണ് അപ്പുറത്തുള്ളവരൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കണേ. അതൊരു അടിപൊളി മൊമെന്റ് ആയിരുന്നു. അതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്. പിന്നെ അത് +2 കഴിഞ്ഞ് ഫ്യൂച്ചർ പ്ലാൻ എന്ത്? വെറുതെ വീട്ടു കുത്തരണം, പൈസ ഇങ്ങനെ വരണം, തുമ്പി പണിയെടുത്ത് ഇനി നോക്കുമെന്ന് പറയണേ അല്ലേ? അതെ. എബൌട്ട് യുവർ വീട്ടുകാർ അടിപൊളിയാണ്. ഡാഡി ഒരു പൂക്കിയാണ്, ഒരു പാവാണ്. ഇമ്മിയും അതൊരു പാവൊക്കെ തന്നെയാണ്. ഏട്ടനും ഒരു കള്ളക്കോയി. തുമ്പി ഏട്ടനെങ്ങനെ പറയ് ഇതാ മൈക്കതാ, ആവശ്യം വരും ഒന്ന് പറയാം. ഈ വീട്ടിലെ ഏറ്റവും പാവം ഇന്നലെ എവിടെയും പാരൻസ് മീറ്റിംഗ് വന്നപ്പോ പുറത്തുനിന്നാണ്ട് എല്ലാരും ഇങ്ങനെ നോക്കി കുത്തിരിക്കണ്ട്. ഞാൻ അല്ലല്ലോ. ഫേവറേറ്റ് ഫ്രണ്ട് ചോദിക്കുന്നില്ല, എല്ലാരും ഇഷ്ടമാണ് പറയും. അപ്പൊ ഫേവറേറ്റ് ഫാമിലി മെമ്പർ അപ്പൊ ഇങ്ങനെ പറയാ, എല്ലാരും ഫേവറേറ്റാ. എന്താ ഡൗട്ട്? തുമ്പി എല്ലാരും അടിപൊളിയാ, എല്ലാരും ഫേവറേറ്റാ. ഏട്ടനാണ് എനിക്ക് ഫോം വാങ്ങി തന്നത്. അപ്പോ മോനും ഫേവറേറ്റ് ആണ്, ഇപ്പ ഫേവറേറ്റ് ആണ്, ഇമ്മ ഫേവറേറ്റ് ആണ്, താത്ത ഫേവറേറ്റ് ആണ്, തുമ്പി ഫേവറേറ്റ് ആണ്. അടുത്തത് ഓളന്നെ. ഗേൾ ബെസ്റ്റ് ഫ്രണ്ട് നെയിം. നെയിം എങ്ങനെ പറയാ? തുമ്പി. റസ്ന തുമ്പി. അവസരം വരുമ്പോൾ മാത്രം എന്റെ പേര് യൂസ് ചെയ്യാല്ലേ? കേട്ടോ 2-3 ഉണ്ട് സ്കൂളില്. ഇതുവരെ ജീവിതത്തിലുള്ള
എല്ലാ കാര്യം പറഞ്ഞ് ഫ്രണ്ട്. മോസ്റ്റ് ട്രസ്റ്റഡ് ഫ്രണ്ട്. ഇതുവരെ ജീവിതത്തിലുള്ള എല്ലാ കാര്യവും പറഞ്ഞ് ഫ്രണ്ട്. സിദ്ദീൻ, ഫർസാൻ, അഫീഫ്, റിനാൻ, പിന്നെ റോഷൻ, ഇഷാം, ഷാൻ. അത് ആ റോഷൻ, ഇഷാം, ഷാനി KMHS ചങ്ങായിമാരാ. ഇബലി പൂക്കോട്ടും പടത്ത്. അല്ലാതെ ഫ്രണ്ട്സ് തന്നെയല്ലേ. ഓലൊക്കെ എനിക്ക് ഒക്കെ അറിയാം. പെരക്കാർക്ക് അറിയാത്ത പോലെ ഓൽക്കറിയാം. പിന്നെ അത് എനിക്ക് ഫ്യൂച്ചർ ഒരു ഫ്യൂച്ചർ പ്ലാന്. ഡ്രീം ജോബ് എന്താ? ഡ്രീം ജോബ് ഒന്നുമില്ല. സങ്കടം വരുമ്പോ എന്ത് ചെയ്യും? ചൊറിച്ചും. അത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആവശ്യമില്ലാതെ ഇങ്ങനെ ഈയായിട്ടല്ലോ. അല്ലപ്പോ എന്താ ചെയ്യാ? ഫൈൻഡ് യുവർ വേ ഓഫ് ഹാപ്പിനെസ്. ചെങ്ങായിമാരെ ഇറങ്ങും, പുറത്തേക്ക് പോവും, ചായ കുടിക്കാൻ പോവും, തിരിച്ചു വരും, പെരേന്ന് കടന്നു. നേരിട്ട് കാണാൻ അങ്ങോട്ട് വരണം, പെരേക്ക് പോയി. ലൈഫ് സ്നേപ്റ്റോ ഫാൻസി. നേരിട്ടാണ് എന്ത് പെരേക്ക് മതി. പിന്നിപ്പോ എന്തോ ആർക്കെങ്കിലും തേപ്പ് കിട്ടിക്കണോ? പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ കൂടുതൽ ഒരാൾക്ക് തേപ്പ് കിട്ടിയിട്ടുള്ളൂ. അൽറിന ഫ്യൂച്ചർ പ്ലാൻ. എപ്പോഴെങ്കിലും കമ്മിറ്റഡ് ആയിരുന്നോ? കമ്മിറ്റഡ് ഒന്നും ആയിട്ടില്ല. ഞാൻ CBSE പഠിച്ച് ഒരു വലുതായ കുട്ടിയായോണ്ട് പേടിയേനി. കാരണം തുമ്പിനെ തന്നെ നോക്കുമ്പോ പേടിയേനി. ഏട്ടൻ്റെ ഒപ്പം അങ്ങനെ ഇത് പോകും. പിന്നെ എപ്പോഴാ കമ്പനി ആയത്? ഫസ്റ്റ് ഡേ തന്നെ കമ്പനിയില്ലേ? തൊള്ള കൂട്ടൂല. നടക്കും. അങ്ങനെ കമ്പനി ലവ് കമ്പനി ആയത്. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം? ലവ് കം അറേഞ്ച്. ലവ് കം മാരേജ്. അറേഞ്ച് മാരേജ് പേടിയാണ്. പേടിക്കണം. ഇതേമാതിരിയൊക്കെ കിട്ടിയാലേ. അല്ല ഇത് അറേഞ്ച് ലവ് ആണല്ലോ. സോറി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നെയിം അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതില്ല, എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാ. അങ്ങനെ കൂടുതൽ എല്ലാവരും ബെസ്റ്റ്. കണ്ടിന്യൂഷനോ? ധാരാ 2 സിസ്റ്റർ വ്ളോഗ്. യുവർ കംഫർട്ടബിൾ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഹൗ ഓൾഡ് ആർ യു? 80. വിച്ച് സ്കൂൾ യു ആർ സ്റ്റാർട്ടിങ്? പൂക്കോട്ടുംപാടം. GHSS പൂക്കോട്ടുംപാടം +2 സീനിയർ ആണ് ഞാൻ. നിന്നെ ഗീവ് അവേ കിട്ടിയോ? അത്യാവശ്യമാണ്. എന്താ വിളിച്ചണേ കേട്ടോ? സിസ്റ്റർ നെയിം ഷഹല യാസ്മിൻ. ബ്രദർ നെയിം മുർഷിദ്. ഫേവററ്റ് കാർട്ടൂൺ ഏതിന്? ചാൻ. സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? ഹെയർ കെയർ ചെയ്യാറുണ്ടോ? കുളിക്കാറില്ല. ഫേക്ക് ഫ്രണ്ട്സിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? ബിക്കോസ് ഫേക്ക് ഫ്രണ്ട്സിനെ കുറിച്ച് എന്താ ഇഗ്നോർ ചെയ്യണം അല്ലേ? അതന്നെ. തുമ്പി കുറെ ഉണ്ട്. ഈ വർഷം ഉണ്ട്. തോളത്തിട്ട് വെച്ചിട്ട് നടന്ന എങ്ങനെ വരെ അപ്പം മുണ്ടലില്ല. ഓലും ഈ കൊടിച്ചെടുക്കും, ഞാൻ ഈ കൊടിച്ചെടുക്കും. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ബർത്ത്ഡേ ഡേറ്റ് പേരുന്ന് പേടിച്ചു പോയി. M7 മറിയം. ഫാൻ പേജിനെ കുറിച്ച് എന്താ ഒപ്പീനിയൻ? എന്ത് നല്ല ഒപ്പീനിയൻ. നമ്മളെ കുറിച്ച് നല്ല നല്ല നമ്മൾ പോലും കാണാത്ത നല്ല നല്ല മൂവ്മെന്റ് എഡിറ്റ് ചെയ്ത് വിടും. നല്ല രസമാണ് കണ്ടുകണ കുത്തിരക്ക. ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച ഫാൻ പേജ് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പേര് മറന്നു. രണ്ടും ഗേൾസാണ് എഡിറ്റ് ചെയ്യണമെന്ന് അയക്കറിയാം. പേരെന്തേനി അറിയാം, പക്ഷെ ഇപ്പൊ കിട്ടുന്നില്ല. ആരും ഇത് ചോദിച്ചിട്ട് കണ്ടിട്ടാ. ഫേവറേറ്റ് എഡിറ്റ് ഓർ ഫാൻ മൂമെന്റ്? മറ്റേ മനസ്സാകെ എന്തോ പറ്റി അങ്ങനെ പറഞ്ഞൊരു പാടുണ്ടായില്ലേനോ? അതിലൊരു വീഡിയോ അയക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? അയക്ക് ഇഷ്ടപ്പെട്ടു. പിന്നുണ്ട് കുറെ. ഉണ്ട്. ഡ്രീം ജോബ് അതിപ്പോ ഞാൻ പറഞ്ഞാണല്ലോ. ഇല്ല. ആരുടെയും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ക്രഷ് തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും ഏജ് 17,
16, 16, 17, 17, 17, 18. ഞാനാ വലുത്. ഞാനല്ലോ ഞാനും അഫീം അറിയാം ഫർസാൻ എസീദിനും. നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി യുവർ സാലറി. തുമ്പി ഒരു 10 രൂപ തന്നാൽ തന്ന്. ജിമ്മിന് പോകാനുള്ള പ്ലാൻ. ജിമ്മിനൊന്നും പോകാനുള്ള പ്ലാൻ ഇല്ല. ആദ്യം മസിൽ ഉണ്ടായണ്ടേ, പിന്നെ പോണില്ല. എന്താണ് അന്ന എടുത്തെറിയും. അനാന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ നിങ്ങളുടെ പേരൻസിന് പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സമാധാനേ ഉള്ളൂ. കണ്ടോ കണ്ടോ? ഇല്ലട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാ. അനു വീട്ടിൽ വിളിച്ചാണ്ട് പറയുമ്പോഴുള്ളതും പിന്നെ ട്രസ്റ്റും ഇതൊക്കെ ഉമ്മാക്കും ഇതൊക്കെ ഇഷ്ടമാണ്. അടിപൊളിയാ. നിങ്ങളുടെ റോൾ മോഡൽ ആരാ? ഞാൻ തന്നെ. കണ്ടോ, ഓളൊക്കെ റോൾ മോഡൽ വരെ ഞാനാ. ഓളെ ഹസ്ബൻഡിന്റെ റോൾ മോഡൽ ഞാനാ അല്ലേ? ഈ ഇൻഡോ അഖില് പോയി കുറച്ചും പോയി. വൈഫ് എന്താവണം? പെണ്ണാവണം. ഈ ജനറേഷനില് വൈഫ് പെണ്ണായ മതി. അതൊക്കെ പറയാനുള്ളൂ. ദ സാഡസ്റ്റ് ഡേ ആൻഡ് ഹാപ്പിയസ്റ്റ് ഡേ. ഹാപ്പിയസ്റ്റ് ഡേ എന്റെ ബർത്ത്ഡേ. കുറേ വിശ്വസ് തരും. കുറേ വിശ്വസ് എനിക്ക് ഡേപ്പ് കൊടുക്കാൻ പറ്റില്ല. റിക്വസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. സോറി എല്ലാവർക്കും. താങ്ക് യു. പൊളിഞ്ഞ സർപ്രൈസ്. എന്ത് സർപ്രൈസ് അതൊക്കെ? അടിപൊളിനു സർപ്രൈസ് ചെയ്യാ. ഇങ്ങനെ തല്ലിപ്പൊളി അടിപൊളി വീഡിയോസ് ഒക്കെ കണ്ട് ഈ ഫത്തൂസ് കോറിനെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ വരും. ഇല്ല വരില്ല. അങ്ങനത്തെ ഒരു അടിപൊളി ചാനലാണ്. SLC റിട്ടേൺ വെയിറ്റ് ചെയ്യുന്ന കുട്ടിയോട് എന്ത് പറയാനുള്ളത്? എന്ത് കഴിഞ്ഞില്ല, ശേഷം അന്ന് ഇടണേനല്ലേ. അബൌട്ട് ദിസ് ജനറേഷൻ. അടിപൊളിയാണ്. ചിലർക്ക് അടിപൊളിയല്ല. കൈവിട്ട് പോരുത്. സേ നോ ടു ഡ്രഗ്സ്. അവനെ ഇല്ലോണ്ടേ അടിപൊളിയായിട്ട്. ഡ്രീം ഗേൾ വന്ന് പ്രപ്പോസ് ആക്കിയാൽ എന്താക്കും? അക്സെപ്റ്റ് ചെയ്യും. അല്ല എന്താട്ടണ്ടേ? ഡ്രീം ഗേൾ കിട്ടോ? ഇളിച്ചിട്ട് നോക്കി കടന്ന്. ഡ്രീം പ്ലാൻ ഫ്യൂച്ചർ വൈസ് എങ്ങനെയാവണം അങ്ങനെ കേട്ടോ. ഫാൻസിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല അഭിപ്രായം. ഫാൻസ് ഉണ്ടാണ്ട് ഞാനൊക്കെ വീഡിയോ. നിങ്ങളുടെ ഗ്യാങ്ങിൽ ഫണ്ണി ആരാണ്? സീരിയസ് ആയിട്ടുള്ളതാരാണ്? ആംഗ്രി ആരാണ്? ഫണ്ണി ആരാ? ജിതിൻ. എന്ത് പറഞ്ഞാലും പൊട്ടത്തിലാണ്. ഫണ്ണിയാണ്. സീരിയസ് ആയിട്ടുള്ളതാരാണ്? ഫർസാൻ അഫീഫ്. ഹാങ്കിരി ഒന്നുമില്ല, കോമഡിയാണ്. റിനാനി. നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ്? അതിൽ സൗദിന് ഓരോ ആൾക്കാരിലും ഇഷ്ടമുള്ള മെയിൻ ക്വാളിറ്റി. ഫർസാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും വലിയ വലിയ ആൾക്കാരൊക്കെ പെട്ടെന്ന് പോയി കമ്പനിയാവും. അടിപൊളിയായിക്കാണ്ട് നല്ല ഇതിൽ സംസാരിക്കും. പിന്നെ അഫീഫ് ആണെങ്കിൽ എന്തുണ്ടെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് തന്നെ പറയും. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് തുറന്നടിച്ച് പറയും. അല്ലാതെ തന്നെ കൊണ്ടു നടക്കൂല. അതുകൊണ്ട് അവനെ പ്രത്യേക അങ്ങനത്തെ ഒരു അടിപൊളിയാണ്. ജിതിൻ എന്താ? ജിതിനും അദ്ദേഹമായിരിക്കും തന്നെ അടിപൊളി ആണ്. പിന്നെ ഫർസാൻ എത്ര മോശം രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ എവിടേക്കെങ്കിലും പോകേണ്ട വെച്ചാൽ ആണ്ട് അറിയും. പല ഐഷ്ണ അങ്ങനെ അതിൻ്റെ അടുത്ത് ഇല്ല ഒന്നും പറയില്ല. ഒറ്റ മൈൻഡിലാണ്ട് വരും. അതാണ് ഫർസാൻ. പിന്നെ ഇത് ചോദിച്ചതാരാ? കിങ് ഓഫ് കിങ്സ് 62-13. ഹന്ന H3NNAH. ഹന്ന. അനക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ വേണമെന്ന് തോന്നാൻ കാരണം എന്താ? അതായത് പണ്ട് എൻ്റെ ഏട്ടനക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഈ ഏട്ടനും അവൻ്റെ 3 ചങ്ങന്മാരും സ്പോർട്സിനെ പറ്റിയായിട്ട് പേര് പറയണ്ടത്. സ്പോർട്സിനെ പറ്റിയാണുള്ളൊരു ഇത്. ഇത് നല്ല റീച്ചായി, എത്രയോ കേകളായി. പിന്നെ 1 മന്തിൽ നല്ലൊരു സംഖ്യേനെ കിട്ടിയപ്പോൾ ഏട്ടനോട് വെച്ചു. ഓൻ പോയി. അപ്പോൾ ആ രീതിയിൽ ഞാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് അത്ര ഇതൊന്നും ഇല്ലേനു. അങ്ങനെ അവൻ തുടങ്ങി. അവൻ സങ്കടപ്പെട്ടു ഇതാക്കി. ഞാനൊരു യൂട്യൂബ് തുടങ്ങി. പിന്നെ റീൽസൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങി. പിന്നെ വലിയതൊന്നും ഇല്ലേനു. പിന്നെ കയറില്ലാണ്ടപ്പം നിർത്തി. പിന്നെ എന്നോട് ജിമ്മിക്കിനോട് പറഞ്ഞു ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തോ, മെച്ച കിട്ടും, ഇതാക്കും. പിന്നെ അനു എന്നോട് പറഞ്ഞു വ്ളോഗ് തയ്ക്കോ, നല്ല നല്ല കണ്ടന്റ് ഇട്ടോ, നിങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായി കിട്ടും, പിന്നെ പോക്കറ്റ് മണിയായി യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അപ്പോൾ അഡിക്റ്റായി. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കാൻ എന്നുള്ളൊരു മൈൻഡായി. പിന്നെ മലപ്പുറം എവിടെയാണ് കറക്റ്റ് പ്ലേസ്?
മലപ്പുറം, നിലമ്പൂർ, കരുളായി, പിലാക്കോട്ടുപാടം, KMO റോഡ്. ആ ആ. ശരിക്കും ഓരോ കമ്മിറ്റഡ് ആണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാറ്റി പറയണം. അതൊക്കെ ചോദിക്കണം. പിന്നെ നിങ്ങൾ ഏറ്റവും വലിയ വായി നോക്കി ആരാന്ന് പറയാൻ ഫ്യൂച്ചർ വൈഫിനെ പറ്റി പറയും. കമ്മിറ്റഡ് അങ്ങനെ ട്രോളാൻ വേണ്ടി അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ഇതാക്കും. കമ്മിറ്റഡ് ഒന്നും എല്ലാവരും. പിന്നെ ആ വായി നോക്കി എല്ലാവരും കണക്കാം. വലിയ വായി നോക്കി റിനാൻ, ജിതിൻ, ഫർസാൻ. സ്വന്തം പേര് പറയില്ലല്ലോ. എന്തടി അതാണ്. എല്ലാം ചോദിച്ചാൽ ഫ്യൂച്ചർ വൈഫ് എങ്ങനെയാലും ഇതിനെ മാതിരി ആവരുത് ഫ്യൂച്ചർ വൈഫ്. ഈ തുമ്പിനെ മാതിരി ഫ്യൂച്ചർ വൈഫ് ആവരുത്. അതേ പറയാനുള്ളൂ. അത് മാത്രമേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാൻ. നല്ല ജീവിതം തൊലഞ്ഞ് കാക്കാന്റെ ജീവിതം തൊലയുന്ന ഞാൻ കാണുന്നു. പിന്നെ കൂടുതൽ വരുന്ന ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് എത്ര സാലറി കിട്ടുന്നുണ്ട്? 2 കോടി. കിട്ടി തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ട് പറയാം. പറയാൻ പറ്റുമോ? ടേംസ് ആൻഡ് പോളിസിയിൽ എന്തൊന്നും പറയരുതെന്നാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് യൂട്യൂബ് എടുത്തോട്ടെ. അതിലുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ പിന്നെ എന്ത് ചോദിച്ചില്ലല്ലോ, ഞാൻ മറന്നു. തുമ്പിനെ മുമ്പ് പരിചയമുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ ഏട്ടനും അഞ്ചത്തിയായിരുന്നു. തുമ്പിനെ ഫസ്റ്റ് കാണുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം 10ന്റെ ഓണപരീക്ഷ തന്നല്ലേ ആണ്. എൻ്റെ ഓണപരീക്ഷ ടൈമിലാണ് ഏട്ടൻ വിളിക്കുന്നുണ്ട്, മഞ്ചേരി വാ, എനിക്കൊരു പാസ്പോർട്ടിന്റെ ഇതും SLCന്റെ കോപ്പിയൊക്കെ വേണം പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ എന്താട്ടി, ഞാൻ നേരെ പോയി നോക്കിയപ്പോ എന്താ നല്ല മഴയാണ്. മഴത്തിന് ആ മഞ്ചേരി സ്റ്റാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടൻ ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കിലുണ്ട് ഒരാൾ പതിങ്ങിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കാണാത്ത ഇങ്ങനെ നിന്ന്. പിന്നെ അങ്ങനെ എന്താക്കിയപ്പോ ഞാൻ അവനെ പണ്ടേ റസ്ന വിളിച്ച് കളിയാക്കും. എന്നോട് ഏതോ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതേ. അങ്ങനെ കണ്ടപ്പോൾ ഇവിടെ ഒളിഞ്ഞേക്കണ്ട് ഇറളി. അപ്പൊ ഞാനാ കണ്ടുപിട്ടി മഞ്ചേരി അങ്ങോട്ട് കുട്ടിനെ കൊണ്ട് പോവേ. അങ്ങനെയാണ് ഞാൻ തുമ്പിനെ ഫസ്റ്റ് ടൈം കണ്ടത്. പക്ഷെ ഓൾക്ക് ഭയങ്കര ജാടും. ഒന്നും നോക്കിയോല്ല. സാധനം തന്നൊരൊറ്റ പോക്ക്. അല്ല പിന്നെ ഞാൻ അവളെ നോക്കിക്കാ. എന്നാലും ഒന്നൊരു ഹായ് ഒക്കെ പറയണ്ടേ. എനിക്കറിയില്ലല്ലോ നിങ്ങൾ ബ്രേക്കപ്പ് ആയിക്കണോന്ന്. ഞാൻ പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അപ്പോഴല്ലേ കാണുന്നത്. ഞാനാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഇതിനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ച്? സ്കൂളിൽ എല്ലാവരും കൂടെ വന്ന ടൈമിലുണ്ട്. എനിക്ക് ഞാൻ ഏതൊരു ഇതിൽ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ കമ്മിയായത് ജിതിനോടാണെന്ന്. ജിതിനെ ഞാൻ KMS പഠിക്കണമെന്ന് ജിതി ഇങ്ങനെ മെസ്സേജ് അയക്കും, ഹായ് ബ്രോ എന്താ പരിപാടി, ഞാൻ അങ്ങനെ റീലൊക്കെ ചെയ്തില്ലല്ലോ, ഫേമസ് ചെയ്യുന്നുണ്ട്. അതിന് ഹായ് ബ്രോ എന്താ പരിപാടി, എന്താണ് ഇടയ്ക്ക് മെസ്സേജ്, എവിടെ കിട്ടിയത്, പൂക്കോട്ടമ്പടത്താണോ, ഞാൻ അവിടെയാണ്, അങ്ങനെ പറഞ്ഞ മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഇതിൽ കൊണ്ട് ഇങ്ങനെ എന്നെ കാണുന്നുണ്ട്, പിന്നെയും ചുണ്ട്, പിന്നെ അയച്ചു ഇത് ഇപ്പം ആ കാലത്ത് ചെറിയ. അങ്ങനെയാണ് ഞാൻ ഓതായിട്ട് അവനോട് കമ്പനിയായത്. നല്ല രസമുണ്ട്. ഈ പല്ല് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പല്ല് കളയാൻ നിന്നു. പിന്നെ ഫാമിലി സുബിലൊക്കെ പറഞ്ഞ് കളയണ്ട, നല്ല രസമുണ്ട് പറഞ്ഞപ്പോഴേ കളയില്ല. മൂവി എന്റെ കണ്ണടിച്ചു പോയത്. എന്നെ കാണാൻ എത്ര ചുറുക്ക്. എന്റെ ഇമ്മിയും ഇപ്പിയും പോലെ ആ കാലത്ത് ഭയങ്കര ലുക്കായിരുന്നു അല്ലേ? അതുകൊണ്ടാവാം. ഇതൊക്കെ ഒരു ചോദ്യമാണോ? DNA എനിക്ക് മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരുമോ? റീപ്ലൈ കുറേ റീപ്ലൈസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തപ്പി പേര് നോക്കിയെടുക്കണം. അതാണ് പിന്നെ ഒന്നാമത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അങ്ങനെ നോക്കലില്ല. ജസ്റ്റ് സ്റ്റോറി ഇടും, റീലാണും, കടന്നുറങ്ങും. ഇന്നലൊക്കെ എത്ര മണിക്കൂർ കടന്നുറങ്ങിയാലോ തുമ്പിയെ പറഞ്ഞെടുത്താ? തുമ്പിക്കിനറിയാം 6, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 13 മണിക്കൂർ. ഇത് 2 രീത്തോ? ഒന്നേ ഉള്ളു ഇവിടെ.
കണ്ടിട്ട് നിങ്ങൾ എന്താ ഇപ്പോ വീഡിയോ ഇടാത്തെ? കഴിഞ്ഞ ആഴ്ച ഏഴ് വീഡിയോ ഇട്ടില്ലേ? ആ ഫുൾ ടൈം വീടിട്ടിരുന്നാ മതിയോ? സ്കൂളിൽ പോണ്ടേ? അങ്ങനെയുണ്ടല്ലേ, സ്കൂളിൽ പോകണം. നിങ്ങളുടെ ഗ്യാങ്ങിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരെ? ചിമിക്ക, നിഹാലിക്ക, ഷാനു, സെലുമാൻ. ബാക്കിയുള്ള ഇഷ്ടാട്ടോ, പക്ഷെ ഒന്നുകൂടി നല്ല കമ്പനിയും ഇതൊക്കെ ആയിട്ടുള്ള അനു, ആഫീഫ്, ഓരൊക്കെ കൂട്ടാതെട്ടോ. ബ്രോന്റെ ഹെയർ കട്ട് ഏതാ നെയിം? സൗത്ത് ഹെയർ കട്ട്. കണ്ടതൊക്കെ ഞാൻ ഇവിടെ 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 ഒരു ഇതൊക്കെ ഉണ്ട്, ഞാൻ ചൊരണ്ടി ഏ തുമ്പിയോട് ചോദിച്ചിട്ട് വരണ്ടേ, അവള് ചൊരണ്ടി ചൊരണ്ടി കഴിഞ്ഞപ്പോ രസമല്ല. നിഹാൽ നിങ്ങളുടെ കസിനോ അതോ ഫ്രണ്ടോ? പൊന്നാനി നിഹാൽ എന്റെ കസിനാണ്. അല്ലട്ടോ, എന്താ ഡ്രീം കൺട്രി അനക്കറിയാ? സ്വിറ്റ്സർലാൻഡ്. അതിന്റെ ഡ്രീം കൺട്രി കേട്ടോ, കല്ലുണ്ടാക്കപ്പാ ആലോചിച്ചോക്കാ. ഞാൻ അതേ പോകുന്നുണ്ട് ചോദിക്കാം. ഞാൻ പോയിട്ടേ പോളൂ. ഡ്രീം കാർ. സോ മെനി കാർസ് ഇൻ മൈ ഡ്രീം. ഒന്നും കിട്ടിയിട്ടില്ല. ഡ്രീം കാർ. ആൻഡ് യു ആർ എ സ്മൈൽ കില്ലർ. അതെന്താ ഞങ്ങളൊക്കെ ഡെയിലി കൊന്നോണ്ടിരിക്ക. ഈ ചളി പൊയ്ക്ക് എടുത്തെറിയും. സൗദിന് ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള ചിന്തകൾ എന്താ? എല്ലാവർക്കും ഈ വൈഫിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്തിനാണ്? ഓ കല്യാണം കഴിക്കണില്ല. ഞാൻ ആയിക്കോട്ടോ, എല്ലാവരും പറഞ്ഞു ക്യൂ എന്നെ ചെയ്യ്, കൂടുതലും കമന്റിൽ ക്യൂ എന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ക്യൂ എന്നെ ചെയ്തത്. ദിദീൻ സൗത്ത് സ്റ്റൈൽ, നിങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്? ഒരു 18 നിമിഷത്തിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയി, മൂവി കാണാൻ പോയി. ആ മൂവികളിൽ കണ്ടു അന്നാണ് ഫ്രണ്ട് ആയത്. പിന്നെ എന്തോ അന്ന് തന്നെ ജാംജൂമ് പോയി, അനാൻഷനെ കണ്ടുമുട്ടി, അനാൻഷ ഒരു ഇതിന് വിളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്ത് ഞങ്ങളൊക്കെ ഒരേ മൈൻഡിലുള്ള ഒരേ വൈബിലുള്ള ആൾക്കാരെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ മൈക്ക് ചാടി. ഏട്ടൻ്റെ ടീച്ചർ, ഞാൻ വാങ്ങിക്കൊടുത്ത ടീച്ചർ. ഇങ്ങനത്തെ പെണ്ണിനെയാണ് ഭാവിയിൽ ആഗ്രഹം. 4 ഫ്യൂച്ചർ പ്ലാൻ. 4 വൈഫിനെ കേട്ടാ, 4 ഫ്യൂച്ചർ ആയിക്കോട്ടെ. ട്യൂഷൻ പോകുന്നുണ്ടോ? മൈക്കെടുത്ത് പറയും ട്യൂഷന് പോകാത്ത. സത്യം, സ്കൂളിൽ പോകാത്ത ട്യൂഷൻ അല്ലേ? ഞാൻ ഈ ആഴ്ച പോലെ തുടങ്ങിയത്, കഴിഞ്ഞ ആഴ്ച തന്നെ പോയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ട് ഈ ആഴ്ച പോലെ തുടങ്ങിയത്. എന്നാലും മൂഡില്ല. ഒരു ടീച്ചർമാരൊക്കെ മാറിയപ്പോൾ ഒരു വൈബില്ല. ഡാഡ് നെയിം, മാം നെയിം. ഉമ്മാന്റെ പേര് സാജിദ, കക്കാടൻ സാജിദ. ഇപ്പാന്റെ പേര് അബ്ദുറഹ്മാൻ സമാമ്പിയൻ. ഇതുൽപ്പതനല്ലേ? ആണ്. സ്നാപ്പിൽ റിക്വസ്റ്റ് ഇടുന്ന ആരെങ്കിലും അക്സെപ്റ്റ് ആക്കുമോ? കാട്ടിടാം. സ്നാപ്പ് റിക്വസ്റ്റ് ഒരാളെയും അക്സെപ്റ്റ് ആക്കിയില്ല. എത്ര ഞാൻ പിന്നെ സ്നാപ്പ് തന്നെ യൂസ് ചെയ്തില്ല. 213 ന്യൂ റിക്വസ്റ്റ്. ഒന്ന് മടിയാ ഇങ്ങനെ കണ്ടു. 8 സ്നാപ്സ് തന്നെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അഫീഫ് എന്തോ സ്നാപ്പ് ഇട്ടിരിക്കണേ? ഉഫോന്റെ ദുബായിത്തെ സ്നാപ്പ് ഒക്കെ അപ്പോഴാണ് കാണുന്നത്. സ്നാപ്പിൽ ആരെങ്കിലും കണ്ട് ഇഷ്ടമായിക്കണോ? സ്നാപ്പിലുണ്ട് ഒരു പെണ്ണ്, നമ്മൾ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ പെണ്ണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് നിൽക്കും, അതിനെ ക്രഷ് അടിക്കും. ഇല്ല, ഞാൻ നിങ്ങളുടെ ഫോണാണ്, നിങ്ങളുടെ ഒരു Q&A ചെയ്യുമോ? വീഡിയോന് ഒരു അഫീഫ് കമ്മിറ്റഡ് ആണോ? ഓക്കെ എൻ്റെ കഴിയുന്നില്ല. ഇല്ലട്ടോ, കമ്മിറ്റഡ് അല്ല. പടക്കുതിര അത് സ്റ്റോറി എന്നാടി ഇല്ലേ? തൗസൻഡ് പ്ലേ. ലൈൻ കട്ട് നല്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട് വീണ്ടും വരാം.
കിട്ടി, നല്ലതൊന്ന് കിട്ടി. ഫേവറേറ്റ് ഫ്രൂട്ട് മന്തി, ഷവായ, ഷവായ മന്തി, മുസല്ല ഫുഡാ. അല്ല അവിടുത്തെ മന്തി ഷവായ. പൊട്ടത്തി കണ്ടോ, ഇന്നത്തെ മന്തി ഗേൾഫ്രണ്ടിനെ എല്ലായിടത്തും ഇല്ലേ? കിട്ടരുത്. മന്തി എല്ലായിടത്തും ഇല്ല, എനിക്ക് എല്ലായിടത്തെ മന്തി ഇഷ്ടം. ഞാനൊന്നുമില്ലല്ലോ. എക്സ് ഉണ്ടാ ഗേൾഫ്രണ്ടില്ല, എക്സ്. ഏറ്റവും തെഡുണ്ട്. ബെസ്റ്റ് ഡ്രീം, ബെസ്റ്റ് ഡ്രീമോ എന്നും ഡ്രീമാണ്. ആ പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് എന്റെ ഡ്രീമിന് തലല്ല. സ്വിറ്റ്സർലാൻഡിൽ പോവാ, സ്വിറ്റ്സർലാൻഡിൽ പോവാ, അടുത്തൊരു കുട്ടീനെ സെറ്റ് ആക്കുക, വളക്കൊക്കെ കൈക്കാട് ജീവിക്കുക. മദാഫിനെ കല്യാണം കഴിക്കുക, ജീവിക്കുക. ഇല്ല കേട്ടോ, നീ ഇതിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ കണ്ടു മറന്ന്. ഫേവറേറ്റ് ഡ്രസ് കോംബോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. യുവർ ടോട്ടൽ പ്രൊപ്പോസസ്. തുമ്പിക്ക് തന്നെ കുറെ കാര്യം കൊടുത്തു. എണ്ണിയാൽ മറ്റേ വിരലുകൾ തികയില്ല. വേറെ തികയില്ലെന്നോ? എന്തേ? പ്രൊപ്പോസൽ ആ അങ്ങനെ. എനിക്കൊക്കെ മെസ്സേജ് അയച്ചറിയുന്നുണ്ട്. അടുക്കിടക്ക്. കാണുന്നില്ലല്ലോ ഇൻസ്റ്റയില്. പിന്നെ നല്ല നല്ല അടി. ഫേവറേറ്റ് ഐസ്ക്രീം. ഇന്നാളെ ഞാൻ അയച്ചിന് സ്ട്രോബെറി പ്ലസ് വാനില്ലേ. സ്ട്രോബെറി പ്ലസ് വാനില. എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഫുള്ള് ഇങ്ങനെ മാറി മാറി കഴിക്കും. എൻ്റെ ഫോൺ 12 മിനി അടിപൊളി ഫോണാണ്. ഞാൻ കണ്ടോ, ഇത്രേ ഉള്ളൂ. കയ്യിൽ ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കൊണ്ടെടുക്കുക അല്ലേ. ഞാൻ കണ്ടോ, എൻ്റെ തുമ്പിക്കൊക്കെ ഞാൻ 12 Pro Max കൊണ്ട് വാങ്ങിക്കൊടുത്തില്ലേ, വീഡിയോ ചെയ്ത് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊടുത്ത്. പിന്നെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് എന്താ പരിപാടി, സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മാസം റെസ്റ്റ്. സ്കൂൾക്കും പോകല്ല, എവിടേക്കും പോകല്ല. ഒരു ട്രിപ്പ് സ്വിറ്റ്സർലാൻഡ്, പിന്നെ പട്ടായ, പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പിന്നെ ചൈന, പിന്നെ ഇങ്ങോട്ടില്ല പുയ്ക്കളിയും പാമ്പിനെ തിന്ന് ചൈനയിൽ ജീവിക്കും. നല്ലൊരു വലിയൊരു ട്രിപ്പ്, അതൊക്കെ ഭയങ്കര ഇങ്ങനെ. നിങ്ങൾ പണ്ട് മുതലേ ഫ്രണ്ട്സ് ആണോ? ഏയ്, പണ്ട് മുതലേ ഫ്രണ്ട്സ്. ജനിച്ചപ്പോ തൊട്ടേ ഫ്രണ്ട്സാ. വേഗം തന്നെ 100K ആവട്ടെ. അന്നത്തെ മെസ്സേജാ. 29 days ബ്രോ. ഓ പിന്നെ എൻ്റെ ഈ ഒന്നും കമന്റ് ചെയ്യേണ്ട ഒരു കുറച്ച് ആൾക്കാരുണ്ട്. ഓലിപ്പോൾ എങ്ങനെ നോക്കാം. ദിദിൻ സൗദ് റിനാൻ ഏജ് പഠിക്കുന്ന എന്താ സൗദ്. ആരെങ്കിലും ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അടച്ചറ വെച്ച് പേടിയാ. സൗദ് എന്തുകൊണ്ട് ഷർട്ട് ഇടുന്നില്ല? എന്തോ ടീഷർട്ട് അങ്ങനെ ഇട്ടാൽ കൊടുക്കുന്നു, റെഡ് ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ കംഫോർട്ടാണ്, ഇതിലോട്ട് ഇങ്ങനെ അടിപൊളി പോവുക. ഷർട്ട് ഇട്ടാൻ തരും ഒരു എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ മാതിരിയാ, ഒരു ഇതില്ല. ഷർട്ട് ഇതാകുമ്പോൾ എനിക്ക് ഓവർ സൈസും ഒക്കെ എടുക്കാം. ഷർട്ട് ആകുമ്പോൾ ഒരു കറക്റ്റ് ഫിറ്റ് ഇട്ടില്ലെങ്കിൽ ചടപ്പാം. പക്ഷെ എന്തിനാ ഷർട്ട് ഉണ്ടോ? ഏതൊരു വ്ളോഗിൽ അടിപൊളിയായിരുന്നപ്പോൾ പിന്നെ ഫുൾ ഷർട്ട് ചെയ്യുന്നു, പിന്നെ നിർത്തി. അതാണ് ഷർട്ട് ഇടാത്തത്. എഡിറ്റ് ഒക്കെ ഒക്കെയാണ്, ഒറ്റക്കാണ് ചെയ്യാറ്. യെസ്, പ്രോ എഡിറ്റർ പ്ലേസ് എവിടെ? ബെസ്റ്റ് ഫ്രണ്ട് നെയിം. ഉഫ്, എത്ര വട്ടം പറഞ്ഞു. വാട്ട്സ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി? ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുക. ഉമ്മാക്ക് അറിയുമ്പോൾ ഇമ്മാനെയും കൂട്ടി 12 മക്കളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചെറുപ്പത്തിലെ കളി പോകുമ്പോൾ ഒരു സ്കൂൾ തന്നെ അംഗനവാടിയിൽ നിന്ന് തുടങ്ങാനുള്ള കുട്ടികളുണ്ടാവും. എല്ലാവരും ഇങ്ങനെ നെടുങ്കായം പോകും, പുഴയ്ക്ക് പോകും, കുളിക്കും. ഇതൊക്കെ ഒരു വല്ലാത്ത വൈബിനും. മിസ് ചെയ്യുന്നുണ്ട്. പോണം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് കോമഡിയൻ? ആ തുമ്പി എപ്പോഴും പറയും ഭയങ്കര ചൊറുക്കാന്ന് ഓള്. ഞാനാ സൗദ് എന്താ മറ്റാരുടെ വ്ളോഗിൽ ഇത്ര എനർജറ്റിക് ആവാത്തത്? എന്താ ഇക്വലടി. പക്ഷെ ഞാൻ താത്താന്റെ വ്ളോഗിൽ ഫുൾ എനർജറ്റിക് ആയില്ലേ. നെടുങ്കായം വ്ളോഗിൽ ഫുൾ സീനിയന് കാണാതെ കണ്ടാലേ അന്ന് ഫുള്ളിലൊക്കെ പുറത്തേക്ക് വന്ന ആ വൈബേനി.
പക്ഷെ ഇപ്പൊ എന്താ 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 എന്നാലും ഉണ്ടല്ലോ ചില പോലൊക്കെ ബൂസ്റ്റ് കുടിക്കാത്തത്. ഓരോ ഓരോ കണ്ട ഇങ്ങനത്തെ കട്ടാണ് കാക്ക കിട്ടിയത്. കുട്ടിയുണ്ടോ എന്ന് ചോദിച്ച് വെറുപ്പിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? എനിക്ക് കുട്ടിയുണ്ടോ ചട്ടുണ്ടോ നോക്കണം നിങ്ങളുടെ പണി. നിങ്ങളുടെ കൂട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് അതാണ് ഫുൾ എല്ലാവർക്കും വരേണ്ടതാ. അങ്ങനെയുണ്ട് എല്ലാവരും അടിപൊളിയാ. പക്ഷെ എന്നാലും കൂടുതൽ നിങ്ങളൊക്കെ പല സിദ്ധിനാണ്. പക്ഷെ അങ്ങനൊന്നുമില്ല, എല്ലാവരും അടിപൊളിയാ, എല്ലാവരും ഒപ്പം. ഞാൻ 10 ഇനി സ്കൂളിന്റെ വേഗം അഡ്വൈസ് ചെയ്തുമോ? 10 പഠിച്ചോ, ബട്ട് ഫുൾ A+ +1 +2 അറിയാം എന്താണ് പഠിത്തം അല്ലേ. പഠിച്ചോ, നല്ലോണം പഠിച്ചോ. ആര് ചോദിച്ചേ? നാസർ മംഗലം 1525. This combo is very nice. How you control your സൗത്ത്? എല്ലാരും ചേച്ചി പറയും, പറഞ്ഞല്ലോ. ഇന്റെ ഷർട്ടാ സൗദി ഇട്ടിരിക്കുന്നത് ജഫ ക്യാമറ ഇല്ലട്ടോ. ഫർസാൻ ലവ് ഉണ്ടോ? ഏയ് ഫർസാൻ ലവ് ഒന്നുമില്ല. കൊറേ ഏതാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. ചത്താല എടുത്തോളി. പക്ഷെ കുറെ സ്കോപ്പ് ഉണ്ട് ഭാവിയിൽ. ബട്ട് C++ ഒക്കെ വരുമ്പോണ്ടല്ലോ. കമ്മിറ്റഡ് ആവുകയാണെങ്കിൽ എങ്ങനെയുള്ളതാണ് വേണ്ടത്? എങ്ങനെയാണ്? തുമ്പിന്റെ മാതിരി ആവാൻ മതി. എന്തെനിക്കൊരു കുഴപ്പം. ഇതാണ് കുഴപ്പം. സിബ്ലിങ്സിനെ പറ്റി പറയുമോ? നിങ്ങൾക്ക് സിബ്ലിങ്സ് ഉണ്ടോ? എല്ലാവരുടെയും സിബ്ലിങ്സിനെ പറ്റി പറയാം. സിബ്ലിങ്സ് പറഞ്ഞാൽ ഏട്ടനും അഞ്ചത്തിയാളല്ലേ? ആ, ഏട്ടൻ അടിപൊളിയാണ്. ഒരു ജിമ്മനായിരുന്നു. ഇപ്പൊ ബൾക്കിങ് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയാ പറ്റണില്ലട്ടോ. പിന്നെ സിസ്റ്റർ 3 കുട്ടികളുണ്ട്. പക്ഷെ 3 കുട്ടികളുണ്ട് പറഞ്ഞാണ് ചൂടാവും. ഒന്ന് പറയല്ലേ, കണ്ടാണ് തോന്നില്ല. ബട്ടൊരു പൊട്ടത്തിയല്ല, നല്ലൊരു താത്തയാണ്. ഞാൻ ചോദിക്കുമ്പോ പൈസ തരും. മൾട്ടി ടാലന്റഡ് ആണ്. കൈ വേറെയാണ്. ഞാൻ മാത്രമേ കൈ വേറാത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കൈ വേറെയാണ്. കാക്കാന്റെ കൈവിലാണ് വീണത്. പക്ഷെ വീണതോ ഇത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് മാംഗോ കളർ ഷർട്ട് ഒന്ന് ട്രൈ ആക്കൂ. മാംഗോ കളറോ? ടൈമിങ്ങിലേ ഡൽഹിയിൽ നിന്ന് ആർക്കൊക്കെയാ എന്തൊക്കെയാ വാങ്ങിയത്? അത് മറന്നുവിടുന്ന. ഞാൻ താത്താക്ക് വാങ്ങിയത് പോയി തുമ്പി എടുത്തത്. ഞാൻ ഭയങ്കര സ്ലിം ബ്യൂട്ടി ഞാൻ ചെയ്യാനാ. പിന്നെ ഇതാക്കണേ ഇതിന്റെ ബാക്ക് പ്രിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ 7 ഷർട്ട് 5-6 പാൻറ് കുറെ വാങ്ങിനു. ഒരു ബാഗ്, ഉമ്മാക്കൊരു ബാഗ്, കുറെ സോ മെനി സാധനങ്ങൾ വാങ്ങി. ഓ ഓ ഓ എവിടെ നിന്നാണ് ജനിച്ചത്? എനിക്കറിയോ? സൗദി അറേബ്യ. പേര് അറിയാനുള്ള കാരണമല്ല, സൗദി അറേബ്യയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് സൗദി എന്ന പേര് എനിക്ക് വന്നു. യെസ്, സൗദി അറേബ്യയിൽ നിന്നാണ് ജനിച്ചത് കൊണ്ടല്ല അവിടെ വന്നത്. പിന്നെന്താ ആ പേരിട്ടോണ്ടാണ് വന്നത്. ഇങ്ങനത്തെ ഒരു ചളി എങ്ങനെ കിട്ടിയതിന്റെ ഏട്ടന്? ഇപ്പോൾ എണീക്കും. സ്കൂളില്ലാത്തന്ന് 5 നീച്ചു രാവിലെ. ബോധം കിടന്നാ ഇല്ലട്ടോ. സ്കൂളിലന്ന് ഞാൻ 6 കഴിച്ചും. സ്കൂളില്ലാത്തന്ന് ഞാൻ നീച്ച് കിടക്കും. പിന്നെ 1 മണി 2 മണി അതിന്റെ മുമ്പ് നീച്ചത്. ഹായ്, മൈ നെയിം ഇസ് ഹിത. നെയിം പറഞ്ഞ് ഹായ് തരൂ. ഹായ് ഹിത, യു ആർ മൈ ഫേവറേറ്റ് വീഡിയോ. ഒക്കെ അടിപൊളിയാണ്. ക്വസ്റ്റ്യൻ, ഫ്യൂച്ചർ പ്ലാൻ, യൂട്യൂബ് ഇൻകം തുടങ്ങിയിട്ടില്ല. ഇല്ല. ഫ്യൂച്ചർ പ്ലാൻ
ഒരു നല്ല ഭാര്യനൊക്കെ കിട്ടി, പണിക്കൊന്നും പോവാണ്ട് ഓളെ ചെലവില് പണിക്കൊന്നും പോകാണ്ട് ജീവിക്കണം. ഒരു PS4, പിന്നെ ഒരു വലിയൊരു PC, അതിലിങ്ങനെ ഗെയിം കളിച്ച് കുത്തിരിക്കുക. ചോറിങ്ങനെ മുമ്പ് ഇങ്ങനെ കൊടുന്നു തരണം, വയറ് വേണ്ടപ്പോ തന്നാലും തിന്നാ. ആ അതിനൊന്നും സീനില്ല. പിന്നെ അവള് ജോലി വിട്ട് വരുമ്പോ കുറച്ചോളെ കെയർ ചെയ്യാ, കുറച്ച് കിൻഡർ ജോയ് കുറച്ച് കൊടുക്കണം. കിൻഡർ ജോയ് കിട്ടുക, കുറച്ച് കിൻഡർ ജോയ് കിട്ടുക, അതങ്ങനെ തിന്ന് അതിന്റെ സാധനമൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക, വീണ്ടും ഗെയിം കളിക്കുക, പിന്നെ കടന്നുറങ്ങുക, രാവിലെ വാണ്ടിയപ്പോ നീക്കുക, ഇവിടെ ഒരു ചായ കൊടുന്നു തരണം, പിന്നെ ഇവിടെ പണിക്ക് എന്താ വെച്ച് പിക്കോട്ടെ, റോബോട്ടിനെ വെച്ചാൽ നമുക്ക് വേണ്ട ഇതേ ഉള്ളൂ. സൗദേ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിൻഡർ ജോയ് വാങ്ങിട്ടല്ല ഞാൻ കേട്ടോ, ഞാനാ വാങ്ങല്. പക്ഷേ അത് അനാൻസറിന്റെ കൂട്ടത്തിലാണ് ചോദിച്ചത് അല്ലേ, അനുവിടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിൻഡർ ജോയ് വാങ്ങിട്ടല്ല ആരാ? ജിമിക്ക ജിമ്മിക്ക ജിമ്മിക്ക ജിമ്മിക്കാണ്. ചോദിച്ചാ കിൻഡർ ജോയ്, ചോദിച്ചാ ബിരിയാണി, ചോദിച്ചാ മന്തി, അതാണ് നമ്മളെ ജിമ്മിക്കാരുടെ സ്നേഹം. നിനക്കൊക്കെ വേണത് ജിമ്മിക്ക് കിൻഡർ ജോയിന്റെ എന്താ അറിയില്ല, ഒരു ഒരു അഡിക്ഷൻ. ഇപ്പൊ ആരും എന്നാലും ഞാൻ വാങ്ങും ഈ ചോദിച്ച്. ഗൈസ് നോട്ട് ദി പോയിന്റ്. കിൻഡർ ജോയ് കാണിച്ച് അവരെ വീഴ്ത്താം. ആര് കൊറേ കിൻഡർ ജോയ് തരുന്നോ അവരുടെ കൂടെ പോകും. ഉദാഹരണം, സൗദ് കമ്മിറ്റഡായി, അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഗ്യാങ്ങിനോ അതോ യുവർ ഗേളിനോ? അത്രേ ഉള്ളൂ. അങ്ങല്ല രണ്ട് ഗ്യാങ്ങിനേക്ക്, എന്നാലും ഗ്യാങ്ങില് വേറെ ഇതില് വേറെ, രണ്ടിലും ഗ്യാങ്ങിലും ഉണ്ടാവില്ലല്ലേ, അങ്ങനുണ്ട്. അപ്പൊ അത് ഭാവിയിൽ എന്താവും, എന്തോ എല്ലാരും ഭാവിക്കാണ് പറയേണ്ടത്. ഭാവി ഞാൻ മനസ്സിന് ടീത്തിന്റെ സീക്രട്ട് ഉണ്ടാ കണ്ടോ, ടീത്തിന്റെ സീക്രട്ട് പല്ലേക്കൂല എന്റെ റൂമിൽ കയറിയാണ്ട് എന്തായാലോ ഇവിടെ ടീത്ത് ഉണ്ടായി, അത് പറഞ്ഞു പോയി. അത് പറഞ്ഞപ്പോ മറ്റേ രണ്ട് ടീത്ത് ഇങ്ങനെ തള്ളി തള്ളി വന്ന്, പിന്നെ ഇതുണ്ടായത് മേലെ കൂടെ ഉണ്ടായത്. ആദ്യം കണ്ടിന്യൂ ഇവിടെ 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 നെറ്റിട്ടുണ്ട് ഇങ്ങനെ ഈ എന്താ അങ്ങനെ ഉണ്ടായി വന്നതാണ്. ഞാൻ പിന്നെ കൊന്തണം പറ്റില്ല വിളിച്ചാണ്ട് കുറെ കളിയാക്കിയപ്പോ ഞാൻ പറിക്കണം കയറിയിരുന്നു, പിന്നെ ഞാൻ പറിച്ചില്ല, ഇവിടേക്ക് എത്തി. ഫേവറേറ്റ് മൂവി ഓർ സീരീസ് ഓർ ആനിമെ? വൺ പീസ് ആണ് എന്റെ ഫേവറേറ്റ് സാധനം. എനിക്ക് അറിയാം വൺ പീസ് എന്താണ്, പിന്നെ കളിയാക്കണ്ട കേട്ടോ. വൺ പീസ് ഫേവറേറ്റ് മൂവി അങ്ങനൊന്നുമില്ല, എല്ലാം കാണും, അടില്ല. സീരിയസ് ഇപ്പൊ ഏതിന്? സ്ട്രേഞ്ചർ തിങ്സും ഉണ്ട്, പിന്നെ മറ്റേ മൂൺ നൈറ്റ്. അത് എന്താ ബാക്കിയൊക്കെ എന്ന് ഇറങ്ങാവോ. ഇനി കുറെ ഉണ്ട്, ബട്ട് 43 മിനിറ്റ് ഇത്ര പെട്ടെന്നോ? 8:12 ഗൈസ്. പാർട്ട് 2 പാർട്ട് 2 കുറെ ഉണ്ട്, അപ്പൊ ഇങ്ങനെ വായിച്ച് ഓലിക്കും ബോറടിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ലാസ്റ്റ് ഒരു നല്ല ക്വസ്റ്റ്യൻ എടുത്താണ്ട് ഇന്നത്തെ വ്ളോഗോട് വൈൻഡ് അപ്പ് ചെയ്യും ഗൈസ്. ഇനി നിങ്ങൾക്ക് Q&A വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞ് കമന്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട പറഞ്ഞ് കമന്റ് ഇടാം. എങ്ങനത്തെ വ്ളോഗ് വരണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കമന്റ് നിങ്ങൾ ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാവും. 44 മിനിറ്റ് ഒക്കെ നീണ്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടല്ല. ഗൈസ്, റിയൽ ലൈഫ് വാസസ് റിയൽ ലൈഫിൽ നിങ്ങൾ ഇത് പോലെയൊക്കെ തന്നെയാണോ? ഞാൻ അതേപോലെ തന്നെ ചാടിക്കളിച്ചും ചിറിച്ചും ഇതാക്കും ട്രോളും അല്ലേ അങ്ങനെയല്ലേ? എന്താ റിയൽ ലൈഫിന്റെ മാറ്റം? റിയൽ ലൈഫിൽ പാട്ടുണ്ട്, റിയൽ ലൈഫിൽ പാട്ടില്ല. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഹോബി വെറുതെ തിണ്ടി ഇങ്ങനെ റോട്ട് കൂടി ഇങ്ങനെ ചാടി കളിച്ച് വേറെ സ്ഥലത്ത് പോകാം, അവിടെ പോയാണ്ട് ഇങ്ങനെ പാട്ടൊക്കെ ഡാൻസ് കളിച്ചാൽ അത് ഡൽഹിക്ക് പോയ മനസ്സിലായി. ഓരോ സ്റ്റേഷനിലും ഞാനും ഫർദാനും ബോക്സ് എടുത്ത് ഇറങ്ങും, ഡാൻസ് കളിച്ചു, ബായിമാരി ഞങ്ങളെ ബൈക്ക് ഇങ്ങനെ ബീത്തും, ഇതൊരു വേറെ വൈബാണ്. ഫസ്റ്റ് ഫാനിനെ കണ്ട് മുട്ടിയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് വറക്ക, പേടിയാവാ. നിങ്ങൾ നോക്കണേ സെൽഫി എടുക്കണേ, എന്തൊക്കെയൊരു പേടി കയറി ഇതിനൊക്കെ ഓടിയിരി. അതാണ്. ഓക്കെ, ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ
ലീക്കയില്ലേ ഇതിനെന്താ കുയിന്തെത്തി. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വ്ളോഗിനല്ലേ ഇനി പറയാം Q&A വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വ്ളോഗ് ഇതെന്തല്ലോ ഇപ്പൊ സ്കൂൾ തുടങ്ങി. ഇതിന്നിപ്പോ വ്യാഴാഴ്ച രാത്രി 8:30 സ്കൂളൊക്കെ തുടങ്ങി. കുറെ എഴുതാനും പഠിച്ചാനൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ അതാണ് ടൈമില്ല, ഒന്നും ടൈമില്ല അതാണ്. അപ്പൊ ഇനി നല്ല നല്ല വ്ളോഗായിട്ട് ഇന്നലേക്ക് വരുന്നതാവും ഇൻഷാ അള്ളാ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ബൈ.